കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലോൺ ആപ്ലിക്കേഷനെതിരെ കേസെടുത്തിരുന്നു പോലീസ്. ഇപ്പോൾ ആ നടത്തിപ്പുകാരൻ പിടിയിലായി എന്നുള്ള വാർത്ത കൂടി പുറത്തുവരികയാണ്. കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഉത്തർപ്രദേശ് നോയിഡയിൽ നിന്ന് 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പരാമർശിച്ച ഓർത്തോഡോണ്ടിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലി രാജിവെച്ചു എന്നുള്ള വിവരം കൂടി വരികയാണ്. ആരോപണ വിധേയരായ കൂടുതൽ അധ്യാപകരും സ്റ്റാഫുകളും രാജിക്ക് ഒരുങ്ങുകയാണ്. നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റിന് മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. അജീഷ് ജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, ഇതിപ്പോൾ ഈ ലോൺ ആപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, പോലീസിന്റെ അന്വേഷണവും ഒക്കെ. അതിൽ മനംനൊന്താണ് നിതിന്റെ ആത്മഹത്യ എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൽ വലിയ വിയോജിപ്പ് കുടുംബത്തിനുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ? അന്വേഷണം ഏത് ദിശയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഈ അന്വേഷണത്തെ ഏതെങ്കിലും നിലയിൽ സഹായിക്കുന്നതാണോ? ഗോപി, എന്തായാലും ലോൺ ആപ്പ് കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കാരണം ഈ മരണത്തിലേക്ക് നയിച്ചതിൽ ഒരു പ്രധാന ഘടകം ഈ ലോൺ ആപ്പുകാരുടെ ഭീഷണി എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്, ബലമായി സംശയിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പോലീസ്, കണ്ണൂർ സൈബർ പോലീസ് നോയിഡയിൽ ചെന്ന് ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശിയായിട്ടുള്ള ഋഷികേഷ് തിവാരി, അതേപോലെ തന്നെ പ്രശാന്ത് ഖേവൽ, ഹരിയാന സ്വദേശിയായിട്ടുള്ള പ്രകാശ് ജയ് എന്നിവരാണ് ഈ പിടിയിലായിട്ടുള്ളത്. ഈ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സൈബർ പോലീസ് നോയിഡയിൽ പോയി ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. വിദ്യാർത്ഥിയുടെ അധ്യാപിക നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി ലോൺ ആപ്പ് വഴി കടമെടുക്കുകയും തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഒരു റഫറൻസ് നമ്പർ നൽകിയിരുന്നു. ഈ നമ്പറായി നൽകിയത് ടീച്ചർ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപികയുടെ നമ്പറായിരുന്നു. ഇതിന് പിന്നാലെ ടീച്ചർക്ക് നിരവധി ഫോൺ കോളുകളും ഭീഷണി സന്ദേശങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ ആണ് ഈ പല നമ്പറുകളും ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ഇതിൽ ഒരു നമ്പർ മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്, ഇവർ ബന്ധപ്പെട്ട നമ്പർ. ആ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നോയിഡയിൽ എത്തിയിരിക്കുന്നത്. ഈ വലിയ നഗരമായതിനാൽ ഈ പ്രതികളെ അവരുടെ ഓഫീസും കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പോലീസ് കാര്യക്ഷമമായി തന്നെ അന്വേഷിച്ചു, അവരുടെ ഓഫീസ് കണ്ടെത്തി. ഏതാണ്ട് 40ഓളം പേർ പ്രവർത്തിക്കുന്ന വലിയൊരു IT പാർക്കിന് സമാനമായ ഒരു ഓഫീസായിരുന്നു ഇവർക്ക് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ ഉപയോഗിച്ചിരുന്നത് മൊബൈൽ, ഈ ആളുകളെ ബന്ധപ്പെടാൻ ഭീഷണിപ്പെടുത്താനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്, ഈ ലോൺ ആപ്പിലേക്ക് ക്യാൻവാസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് മൊബൈൽ ഫോണുകളല്ല, മറിച്ച് സിം ബോക്സുകളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് പിടികൂടിയിട്ടുണ്ട്. നോയിഡ പോലീസിന്റെ സഹായത്തോടെയാണ് കേരള പോലീസ് ഇവരെ പിടികൂടി ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ഈ CCTV ദൃശ്യങ്ങളാണ്. ഈ CCTV ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. ഇതിൽ ഈ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഈ വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജ് നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാണ്ട് 10-25 മിനിറ്റ് മുമ്പ് ഉള്ള ദൃശ്യങ്ങളാണ്. അതിൽ ഈ പ്രിൻസിപ്പൽ ഓഫീസിൽ നിതിൻ രാജ് വരുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളുണ്ട്. അതിൽ ഈ ലോൺ ആപ്പുകാർ അവിടെ വെച്ച് ഈ പ്രിൻസിപ്പളും അധ്യാപിക ലതാ ശശിധരൻ, മറ്റ് 2 അധ്യാപകർ കൂടിയുണ്ട്, വൈസ് പ്രിൻസിപ്പൾ അടക്കമുള്ളവരുണ്ട്, ഈ ലോൺ ആപ്പുകാരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോൺ ആപ്പുകാരെ സംസാരിക്കുമ്പോൾ പണം തിരിച്ചടച്ചില്ലെങ്കിൽ ടീച്ചറെ ഇനിയും വിളിച്ച് ബുദ്ധിമുട്ടിക്കും തുടങ്ങിയ ഭീഷണികളാണ് അവർ ആവർത്തിക്കുന്നത്. അതിന് പിന്നാലെ നിതിനെ വിളിച്ചു വരുത്തുകയും നിതിന് ഈ ലോൺ ആപ്പിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം വിദ്യാർത്ഥികൾ ആരോപണം പറയുന്നത് ലോൺ ആപ്പിലെ ആളുകളുമായുള്ള സംസാരം, അതിനുശേഷം നിതിനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലെ മനോവിഷമമാണോ നിതിനെ ഈ ആത്മഹത്യയിലേക്കൊക്കെ പ്രേരിപ്പിച്ചത് എന്ന കാര്യം നമുക്കറിയില്ല. ഏതായാലും പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങളാണ്. ഈ സന്ദർഭത്തിലാണ്, ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നിതിന്റെ മരണത്തിന് പിന്നിൽ വലിയ ദുരൂഹത ആരോപിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് കോളേജ് മാനേജ്മെന്റിന് ഇതിനകത്ത് അവർ കുറ്റവാളികളാണ്, അതിലെ ചില അധ്യാപകർ ഇതിൽ കുറ്റക്കാരാണ് എന്നൊക്കെയുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലേക്കൊക്കെ പോലീസിന്റെ അന്വേഷണം കടക്കട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്. നമുക്ക് വീണ്ടും പാങ്ങിലേക്ക് പോകണം. അവിടെ ഈ വാൽപ്പാറയിലെ അപകടത്തിൽ മരിച്ച ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം അവിടേക്ക് എത്താൻ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.